അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നുപോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പോൾ വേറെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. അപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ പൊങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോകുന്നതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഞാൻ ചില സമയത്ത് ഓർക്കുകയെ ഈ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണതിൽ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണതിൽ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷെ അതിന് വേറെ ഒരു കാര്യം ചോദിച്ച പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 എടുത്തേ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ ഭേദമെന്ന്. എൻ്റെ മക്കളെ അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സമയത്ത് ഓർക്കുകയും ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ച ആളാണ് കൃപാസനത്തിൽ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി അവർക്ക് ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോഴേ കർത്താവ് പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്, ഭാര്യ ഭർത്താവ് ബന്ധം അല്ല ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്ക് ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടിയെ അല്ല നമ്മൾ സംശയത്തിൽ നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ, എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടു ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. എൻ്റെ പേര് ആൽഫി സിവി. ഞാൻ കോതമംഗലം രൂപതയിലെ കീരമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ ഒരു നഴ്സിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 മമ്മി ഉടമ്പടി എടുത്ത് ആ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇവിടെ നിന്നപ്പോൾ അറിയില്ല, ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ മമ്മി ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ദൈവമേ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഫിസിയോളജി എക്സാം അത് ഞാൻ ഇവിടെ വന്നപ്പം 6ാമത്തെ തവണ ഞാൻ എഴുതുന്നത്. ആ ഒരു സബ്ജക്റ്റ് മാത്രം ഞാൻ 6ാമത്തെ തവണ എഴുതുന്നത്. അന്നേരം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അങ്ങനെ 4th ഇയർ ആയി. 4th ഇയർ എഴുതിയിട്ടും എൻ്റെ ബാച്ചിൻ്റെ ഒപ്പം എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല, കാരണം ഈ എക്സാം ഉള്ളതുകൊണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 29 2023 ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുക്കാനുള്ള ഉടമ്പടി ജസ്റ്റ് എടുത്തു എന്ന് മാത്രം, പ്രാർത്ഥിച്ചു. പക്ഷേ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ല. സാധാ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്ന പോലെ സാക്ഷ്യപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും എടുത്തു. ഓൺലൈനായിട്ട് കുർബാന കാണും, അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ആ എക്സാം വന്നു.
വീണ്ടും ഫെയില്, 7ാമത്തെ തവണയായി. ഇനി എനിക്ക് 8ഉം 9ഉം കൂടെ കിട്ടിയാലാണ് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും കഴിയുമ്പോൾ എനിക്ക് 4th ഇയറെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 2ാമത്തെ പുതുക്കലിന് ഇവിടെ വന്നു. പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അറിയില്ല, ഞാൻ പുറകിലാണ് നിന്നത്. മാതാവിൻ പ്രദക്ഷിണ പോകാൻ നേരത്ത് പുറകിൽ നിന്നു. പക്ഷെ അവിടെ നിന്ന സിസ്റ്റർ പുറകിൽ നിന്ന് എന്നെ പിടിച്ച് വലിച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പറഞ്ഞു ടോക്കൺ പിടിച്ചോളാൻ പറഞ്ഞു. ടോക്കൺ ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല, മാതാവിന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മാതാവിനെ എനിക്ക് കിട്ടി. എന്താണെന്നറിയില്ല, സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണെന്നറിയില്ല, നന്നായിട്ടിരുന്ന് കരഞ്ഞു. മാതാവ് എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ചു. അടുത്ത തവണ എക്സാം എഴുതി റിസൾട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ പഠിക്കില്ല, പക്ഷേ മാധവന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ജയിപ്പിച്ചോ, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ എക്സാം ഡിസംബറിലാണ്. ജൂലൈ തുടങ്ങിയുള്ള പത്രങ്ങൾ പഠിക്കില്ല, പക്ഷെ പത്രം മാത്രം ഞാൻ വായിച്ചു. ആ പത്രത്തിന് ഓരോ ലൈനും ഓരോരുത്തരുടെ സാക്ഷിയും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക മാത്രമല്ല, അണ്ടർലൈൻ ചെയ്ത് അത് മാത്രം വായിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പഠിച്ച് കഴിയുമ്പോൾ മൈൻഡ് ഔട്ടാവും. അന്നേരം ഫോൺ കാണുമോ അങ്ങനെയൊന്നുമല്ല, ഈ സാക്ഷി ഇരുന്ന് വായിക്കും. വെറുതെ വായിക്കണയാ, പക്ഷെ എന്നാലും അങ്ങനെ വായിച്ച് ഓരോരുത്തരുടെ സാക്ഷ്യം എവിടെയാണെന്ന് വരെ എനിക്കറിയാം. പക്ഷെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. എക്സാം എഴുതാൻ പോയി. പപ്പയും മമ്മിയും കൂടെ വന്നു. തൃശ്ശൂരാണ് ഞാൻ എക്സാം, ഞാൻ പഠിച്ചത് ലൈറ്റില്ല. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. പപ്പയും മമ്മിയും എക്സാമിനെ കയറ്റി വിട്ടിട്ട് അവർ പ്രാർത്ഥിക്കാനും പോയി. അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലോ എന്താണെന്നറിയില്ല, എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 9ാമത്തെ തവണ എഴുതണമെന്ന് ആലോചിക്കണം. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്ന ഡേറ്റ് ഞാൻ നോക്കിയില്ല, പേടിച്ചിട്ട്. കാരണം അത്രയും നാളും എഴുതിയത് ഇച്ചിരെങ്കിലും എനിക്കറിയാമായിരുന്നു. ഇത് എനിക്കറിയാമായിരുന്നു. ഞാൻ പഠിച്ചിട്ടുമില്ല, ഒന്നും എഴുതാനും പറ്റിയിട്ടില്ല. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ ഞാൻ ചെന്നു, എക്സാം എഴുതി. നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതുവരെ കാണാത്ത പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ്. വീട്ടുകാർ ചോദിക്കുമ്പോഴൊക്കെ പറയും എളുപ്പമായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്കും മാധവനെ മാത്രമേ അറിയുള്ളൂ ഞാൻ അവിടെ എന്താ ചെയ്തു വെച്ചതെന്ന്. എഴുതി എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്ന്, ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്ന് രാവിലെ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൻ്റെ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ. അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചു പറഞ്ഞു, ആൽഫി റിസൾട്ട് വന്നു, നീ പാസ്സായിടി. 3 പേര് എഴുതാനുണ്ടായിരുന്നു, അതിൽ ഞാൻ മാത്രം പാസ്സായി. 9ാമത്തെ തവണ ഞാൻ എഴുതിയ എക്സാമാണ്. അറിയില്ല, മാതാവ് എന്നെ രക്ഷിച്ചതാണത്. അന്നേരം ഞാൻ വിചാരിച്ചു, മാതാവേ ഇനി എന്നെ കൈവിടരുത്. കുറേ കരഞ്ഞു, കാരണം വീട്ടുകാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയായി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 4th ഇയർ എഴുതി. 4th ഇയറിൻ്റെ എക്സാം ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതണം, ഒറ്റയ്ക്ക് ഞാൻ മാത്രം. മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പഠിക്കില്ല, ഫിസിയോളജി ചെയ്തു തന്ന പോലെ തന്നെ നീ തന്നെ ചെയ്തു തന്നോണം, ഞാൻ പഠിക്കില്ല. പക്ഷേ നല്ല പാടായിരുന്നു. 4 സബ്ജക്റ്റ് ഉണ്ട്, 2 സബ്ജക്റ്റും നല്ല പാടും, പ്രാക്ടിക്കൽ അതിലേറെ പാടും. പക്ഷേ ബാക്കി 2 സബ്ജക്റ്റ് എനിക്ക് എളുപ്പമായിരുന്നു, പ്രാക്ടിക്കൽ ഇല്ലാത്തത്. പക്ഷേ റിസൾട്ട് വന്നപ്പം പ്രാക്ടിക്കലുള്ളത് ഞാൻ ജയിക്കുകയും ചെയ്തു, എളുപ്പമുള്ളത് ഞാൻ പൊട്ടുകയും ചെയ്തു. വീണ്ടും പരീക്ഷണമായി തുടങ്ങി. മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും എക്സാം എഴുതാം, പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടൈം തന്നെ ഞാൻ ജോലിക്ക് കയറി. ആ ടൈമിൽ ജോലി 9 മണി തുടങ്ങി 6 മണി വരെ 15 മണിക്കൂർ അങ്ങനെ ഇരുന്ന് ജോലിയും കഴിഞ്ഞ് ഞാൻ എങ്ങനെ പഠിക്കാനാ? വീട്ടിൽ പറഞ്ഞു, ജോലി മതിയാക്ക്, പഠിക്ക്, 2 വിഷയം കൂടെ അല്ലേ ഉള്ളൂ, അത് എഴുതിയിട്ട് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ വേണ്ട, ഞാൻ പറഞ്ഞു കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷേ ഞാൻ ആ എക്സാം എഴുതാൻ പോണതിൻ്റെ അന്ന് ഒരു കുഴപ്പമില്ല. രാവിലെ മുതൽ പഠിച്ചത് എന്തൊക്കെയോ വായിച്ചു വെച്ചു, പക്ഷേ കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്തു. അതിനൊക്കെ അത്യാവശ്യം അറിയുകയൊക്കെ ചെയ്യാം. എന്നാൽ പോലും വലിയ നോളജൊന്നുമില്ല, വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞാൻ എക്സാമിന് പോയി. എക്സാമിന് 3 മണിക്കൂറാണ്, 75 മാർക്ക്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ 1 മണിക്കൂർ ഞാൻ എക്സാം എഴുതി. എനിക്ക് യൂറിൻ ഇൻഫെക്ഷനുള്ള സമയമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ബാത്റൂമിൽ പോകാൻ തോന്നുക. എനിക്ക് പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ബാത്റൂമില്ല, ക്യാമറ ഉള്ളതുകൊണ്ട് അവർ സമ്മതിക്കുകയില്ല പുറത്തേക്ക് പോകാൻ.
ഞാൻ പറഞ്ഞു, മാതാവേ എന്താ ചെയ്യുക? എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് ഞാൻ പേനയുടെ ക്യാപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവേ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ഇരുന്ന് കരഞ്ഞു. കാരണം ഇനി ഒരു എക്സാം ഒരു ആൻസർ പോലും ഒരു പേന വെച്ച് ഒരു എസ് പോലും എഴുതാനുള്ള പറ്റില്ല. കാരണം എനിക്ക് അത്രയും ബാത്റൂമിൽ പോകാൻ തോന്നുക, എനിക്ക് പറ്റണില്ല. ഞാൻ പറഞ്ഞു, മാതാവേ നീ രക്ഷിച്ചോ. ഞാൻ വെഞ്ചരിച്ച് ഉപ്പെടുത്ത് ഞാൻ വായിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. സാറ് അവിടെ ഇൻവിജിലേറ്റർ വന്നത് ഒരു സാറും കൂടെയാണ്. സാറിനോട് സാറ് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ബാത്റൂം എന്ന് കേട്ടപ്പോൾ സാറ് പറഞ്ഞു ഇരുന്നോ, പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഇവിടുത്തെ മാതാവിനെ പോലെ ഒരു ആൾ വന്നു. പ്രിൻസിപ്പിൾ വന്നിട്ട് പറഞ്ഞു, മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. സമ്മതിക്കുമെന്നറിയില്ല, വിളിച്ച് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കി. അന്നേരം അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. മാഡത്തിൻ്റെ റിസ്കിൽ, ഈ അമ്മയെപ്പോലെ തന്നെ മാഡത്തിൻ്റെ റിസ്കിൽ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോള് പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു പോരെ, ആര് പറഞ്ഞാലും മാഡത്തിൻ്റെ റിസ്കിലാണെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇനി എനിക്ക് 3/4 മണിക്കൂറുണ്ട്, 3 മണിക്കൂറിൻ്റെ എക്സാം, 3/4 മണിക്കൂറുണ്ട്, 45 മാർക്കും കൂടെ എഴുതാനുണ്ട്. ഞാൻ എഴുതാനൊന്നുമില്ല, 3/4 മണിക്കൂറിന് ടെൻഷൻ അടിച്ചിട്ട് എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. വീട്ടിലറിയില്ല. എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാസ്സൊന്നും ആവില്ല, ഉറപ്പല്ലേ, കാരണം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, എടി അത് 2 വിഷയം നീ പാസ്സായി, അതും പാസ് മാർക്കുള്ളൂ, പക്ഷെ എന്നാലും പാസ്സായിടി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, 29 ഒക്ടോബറിന് റിസൾട്ട് വന്നതാണ്. ഞാൻ 2 വിഷയവും പാസ്സായി. അങ്ങനെ BSc നഴ്സിംഗ് ഞാൻ കംപ്ലീറ്റായി. കുറേ കരഞ്ഞ് മാതാവ് രക്ഷിച്ചുകൊണ്ട് മാത്രം പാസ്സായതാണ്. എനിക്ക് ഇത്രയും അധികം മാതാവിനോട് ഇഷ്ടം തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും എഴുതിയില്ല, 3/4 മണിക്കൂറും കൊണ്ട് എന്തോ കാണിച്ചു വെച്ചേക്കണം എക്സാം. ആ 1.25 മണിക്കൂറാണ് ഞാൻ എക്സാം എഴുതിയേക്കണം, ബാക്കി ഫുൾ കരഞ്ഞു തീർത്തതാണ്. അതുകൊണ്ട് അത്ഭുതം ആയി. ഫിസിയോളജി തുടങ്ങി ഈ സമയം വരെ എനിക്ക് അത്ഭുതത്തിൻ്റെ പെരുമഴയാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ളവർക്കും. അതുപോലെ തന്നെ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ എവിടെയും കിട്ടണമൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കോളേജ് മേറ്റ് കുറേ നാളായി അവളുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ. പക്ഷെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. അവരെന്നോട് പറഞ്ഞു 10 തരാം, പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ഇനി കൂട്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, 10 ഞാൻ കയറാം എന്ന് പറഞ്ഞു. കയറുന്നതിന് 2 ദിവസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്റ്റലൊക്കെ നോക്കണം, കാരണം തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോണത്, ഹോസ്റ്റൽ നോക്കണം. എൻ്റെ വീട് എറണാകുളം. അന്നേരം ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ നോക്കി 5 അവിടെ കൊടുക്കേണ്ടത്, ബാക്കി 5 എൻ്റെ കയ്യിലിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയി. പോണതിൻ്റെ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 5 കിട്ടുള്ളൂ, ബാക്കി കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതങ്ങനെയാണ്, ഇപ്പം 5 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, മാതാവൻ എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന പോലെ നീ സമ്മതിക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ 5ൻ്റെ പേരിൽ വീട്ടിലൊന്നും അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ 5 ഞാൻ പോവാമെന്ന് പറഞ്ഞു. വീട്ടിലറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിയില്ല മമ്മിക്ക്. അമ്മ എന്നിട്ട് പോണേനകത്ത് അന്ന് തന്നെ പപ്പ എന്നോട് പറഞ്ഞു, പൈസ വേണോടി, വേണ്ട ഞാൻ ചെയ്തോളാം, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പപ്പയും മമ്മിയും അറിഞ്ഞു തന്നു. എനിക്ക് അറിയില്ല, 20 മിനിറ്റ് ഉണ്ട് എനിക്ക് ട്രാവൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്. പക്ഷെ 2 ആഴ്ച എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണോന്നറിയില്ല, എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്തില്ല, 8 സാലറി. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും 5, എനിക്ക് മാത്രം 8. അത് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ മാതാവിനോട് ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണത്? ഞാൻ മാത്രമാണോ? ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ കൂടെ കയറിയതല്ലേ, എന്തിനാ എനിക്ക് മാത്രം എന്ന് ചോദിച്ചു. അന്നേരം പിന്നെ മാതാവ് എന്നോട് ഉള്ളിൽ നിന്ന് പറഞ്ഞു, നീ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി, ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, അതിനുള്ളത് കുറച്ചായിട്ട് ഇപ്പോഴേ ഞാൻ തന്നുകൊണ്ടിരിക്കുക നിനക്ക്. മനസ്സിൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ തോന്നണു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. അക്കോമഡേഷൻ 5 കൊടുക്കണമല്ലോ. പക്ഷേ മാതാവ് സഹായിച്ച് ഇപ്പോൾ 7 മാസമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, 8 മാസമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 2 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, അക്കോമഡേഷൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം, എനിക്ക് മാത്രം.
സാലറിയും കൂട്ടിത്തന്നു, 15 ആക്കി. അങ്ങനെ അത്ഭുതത്തിന്മേ അത്ഭുതമായി. അങ്ങനെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നു. എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് അടുത്ത ഉടമ്പടി ഞാൻ വെച്ചത്. അവന് പ്രാക്ടിക്കൽ എക്സാം നല്ല ടഫായിരുന്നു. അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിസ്റ്റത്തിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് അവന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് പ്രാക്ടിക്കൽ അവൻ ചെയ്തു, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സേവ് ആക്കാനോ സിസ്റ്റം ഓഫാവോ അങ്ങനെ എന്തോ ആയി. അവൻ പറഞ്ഞു പ്രാക്ടിക്കൽ ഒന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് മമ്മി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ലടാ നിനക്ക് കിട്ടും, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പ്രാർത്ഥിക്കും, പക്ഷെ അത്ര വലിയ ഇതായിട്ട് ഒന്നും നോക്കിയില്ല. മമ്മേനോട് പറഞ്ഞു അത് കിട്ടും, ആ പ്രാക്ടിക്കൽ എക്സാം ജയിക്കുവാണെങ്കിൽ നീ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു. ആ എക്സാമിന് അവൻ പാസ്സാവുകയും ചെയ്തു. അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്. ആ സെമ്മിൽ സപ്ലി ഇല്ല. അവന് ഇനിയും എക്സാം ഉണ്ട്. മാതാവ് അവനെ കാക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ പപ്പയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം 2023 പപ്പയ്ക്കൊരു നടുവേദന ഉണ്ടായി. അത്യാവശ്യം ഹോമിയോ, ആയുർവേദം, അലോപ്പതി, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാറിയിട്ടില്ല. മാറും, പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെയും വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ വർഷം വന്നു കഴിഞ്ഞപ്പം ഇത് വീണ്ടും ആ മാസം തന്നെ വന്നു. അന്നേരം പപ്പ മമ്മി പറഞ്ഞു ജപമാല റാലിക്ക് പങ്കെടുക്കുക, കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ജപമാല റാലിയിൽ പങ്കെടുത്ത് പപ്പയുടെ നടുവേദന പൂർണ്ണമായും മാറി കിട്ടി. അതിൽ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ്. എൻ്റെ മമ്മിക്കൊരു സർജറി ഉണ്ടായിരുന്നു, ഹിസ്റ്ററക്ടമി, യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ വന്ന് റിപ്പോർട്ടൊക്കെ ആയിട്ട് അച്ഛനെ കാണിച്ചു. സർജറി മമ്മിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അത് സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന് അറിയാം. മമ്മിയോട് പറഞ്ഞാൽ മമ്മി പറയും ഇല്ല മാതാവ് കാത്തുകൊള്ളും, മാതാവ് നടത്തും, മാതാവിന് സർജറി ഒന്നും ആവശ്യം വരുത്തില്ല എന്നുള്ളൊരു വിശ്വാസം മമ്മിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇല്ല മമ്മി സർജറി ചെയ്തോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ച് സ്ഥലത്തോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സർജറിക്കുള്ള പ്ലാനുമായി. സർജറി ചെയ്തു. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. മമ്മി ഇപ്പോൾ എല്ലാ ദിവസവും ജോലിക്കും പോകുന്നുണ്ട്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മാതാവ് പൂർണ്ണ സൗഖ്യത്തോടെ മമ്മീനെ ഞങ്ങൾക്ക് തന്നു. ചെറുതും വലുതുമായിട്ട് കുറേ അനുഗ്രഹങ്ങൾ. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വെഞ്ചരിച്ച ഉപ്പും തേനും എല്ലാം ഞാൻ നാവിൽ തൊട്ടട്ടെ ഞാൻ ഡ്യൂട്ടിക്ക് പോവാറുള്ളൂ. നോക്കുന്ന പേഷ്യൻസിനായാലും ഞാൻ കൊടുക്കാറുമുണ്ട്. ഞാൻ പറയും നിങ്ങൾ വിശ്വാസത്തോടെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ 2-3 പേഷ്യൻസിനറിയാം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളാണെന്നും അറിയാം. അങ്ങനെ അവർക്ക് സൗഖ്യവും കിട്ടിയിട്ടുണ്ട്. ചെറുതു വലുതുമായി കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ എന്നറിയാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ, ഓട്ടോ സ്റ്റാൻഡിൽ അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഞാൻ പാഴ്സൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനായിട്ട് വെക്കുന്നതല്ല, അല്ലെങ്കിൽ കടയിൽ നിന്നായാലും വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്കായിട്ട് പൈസ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. പിന്നെ 10 വിതരണം ചെയ്യുന്നത് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരുപാട് നന്ദി. എനിക്ക് വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു. കാരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് ആ ഫിസിയോളജിയുടെ എക്സാം തോറ്റേ പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാറുണ്ട്. ആദ്യത്തെ ഫിസിയോളജി ഫസ്റ്റ് ഇയർ ഞാൻ 2018 എഴുതിയപ്പോൾ എനിക്ക് 1/2 മാർക്കിനാണ് ഞാൻ തോറ്റത്. ആ 1/2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 9 തവണ എഴുതി. ആ 9 തവണയിലാണ് ഞാൻ പാസ്സായത്. പള്ളി പോകാറുണ്ട്. പിന്നെ കൊന്ത ഞാൻ മുടക്കാറില്ല. ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും അച്ഛൻ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് പ്രെയർ തുടങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാ ദിവസവും മുടക്കാതെ ഞാനത് കാണും. ഒന്നെങ്കിൽ ഞാനത് ഇപ്പോൾ റൂമിൽ വേറെ ആളുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചാൽ ഞാൻ കേട്ടിരിക്കും. ആ ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. പിന്നെ നേരത്തെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടിട്ട് ധ്യാനമൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യില്ല. എല്ലാം ഫുള്ളായിട്ട് കേൾക്കും. 1-2 തവണയെങ്കിലും മാറി ഞാൻ കേൾക്കും. പത്രം ഞാൻ വായിക്കും ഫുള്ളായിട്ട്. നേരത്തെ വായിക്കില്ലായിരുന്നു, കുറച്ചെങ്കിലും വായിച്ചിട്ട് ഞാൻ വിടുമായിരുന്നു. അങ്ങനെ കൂടുതൽ ആത്മീയതയിലേക്ക് എനിക്ക് വളരാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലായാലും എല്ലാവരും, ഞാനും പപ്പയും മമ്മിയും അനിയനായാലും പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെ ചെല്ലും, രാത്രി ആയാലും പ്രാർത്ഥന ചൊല്ലിയിട്ടല്ലാതെ കിടക്കില്ല. ദിവസവും ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും കൊന്ത ചെല്ലും, രാത്രിയും കൊന്ത ചെല്ലും.
അങ്ങനെയാണ് ഇപ്പോൾ വീട്ടിലായാലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കായാലും ഞങ്ങൾ പിള്ളേർ രണ്ടുപേർക്കായാലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:7 തിരുവചനം അരുളി ചെയ്യുന്നു, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ആൽഫി ഇന്ന് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന മകളാണ്. എന്നാൽ തൻ്റെ നേഴ്സിംഗ് പഠനം അതിൽ വന്ന 7 പ്രാവശ്യം കഴിഞ്ഞു. പിന്നീട് 9ാമത്തെ പ്രാവശ്യം തനിക്ക് ഫിസിയോളജി എന്ന സബ്ജക്റ്റ് അതെത്ര മാർക്കിനൊക്കെ പോയിരുന്നു, പിന്നീട് അതങ്ങോട്ട് എത്ര പ്രാവശ്യം എഴുതുന്നു, ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇന്ന് താനൊരു ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അപ്പോൾ തനിക്ക് അതൊന്നും ഇന്ന് പ്രശ്നമല്ല. അതായത് ഇതൊരു തുറന്ന പുസ്തകം പോലെ ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എന്താണ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ദൈവാനുഭവം പങ്കുവയ്ക്കുന്നത്, അതായത് സാക്ഷ്യം പറയുന്നത്. ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇത്രയും പ്രാവശ്യമൊക്കെ പരീക്ഷ എഴുതിയെന്ന് വിചാരിച്ചാലോ, ഈ ഒരു വിചാരം ഇത് തന്നെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മെ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഉള്ള കൃപകൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നത് ആകുന്നതെന്ന് നാം തന്നെ ചിന്തിക്കണം. ഇവിടെ ഈ മകൾക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായി, നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് നീ ഇടുക. ആ വേസ്റ്റ് കൊണ്ട് നീ വിളക്ക് കത്തിക്കണം. അതാണ് നിൻ്റെ ജീവിതത്തിൽ കൃപ കൊണ്ട് നിറയുവാനായിട്ട് നിന്നെ യോഗ്യനാക്കുന്നത്. ഇവിടെ തൻ്റെ പഠന മേഖലയിൽ താൻ പഠിക്കുന്ന കുട്ടിയാണ്, മറ്റെല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ട്. എന്നാൽ ഇതിവിടെ ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ പിന്നീട് എങ്ങനെ ഈ മകള് ഉടമ്പടി എടുത്തു, എന്നാൽ ആ ഉടമ്പടിയൊക്കെ ഒരു രേഖ മാത്രമായി മാറുന്നു, പേപ്പറിലെ രേഖ. ജീവിതത്തിലേക്ക് അത് പ്രതിഫലിച്ചില്ല. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മുതലാണ് തനിക്ക് മാറ്റങ്ങൾ ഉണ്ടായതെന്നും അപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയെയും കൊണ്ട് താൻ പ്രദക്ഷിണമായിട്ട് നീങ്ങി തനിക്ക് അതിനൊക്കെ കൃപ ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ പെരുമഴക്കാലം തന്നെ എന്നാണ് ഈ മകൾ പങ്കുവെച്ചത്. അതായത് പിന്നീട് തനിക്ക് ഇവിടെ ആരും പഠിക്കേണ്ടെന്നൊന്നുമല്ല ഈ പറയുന്നത്. താൻ പഠിച്ചില്ല എന്ന് ഈ മകൾ പറയുമ്പോൾ അതിനു മുൻപ് പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓൺലൈനായിരുന്നു കുർബാനയൊക്കെ. എന്നാൽ പിന്നീട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാം കർത്താവിനോട് ഓൺലൈനായി. അതായത് അത്രയേറെ ബന്ധം വന്നു. പിന്നീട് അവിടെ എല്ലാറ്റിനും നേരിട്ടിടപെടുകയാണ്. ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സ്നേഹബന്ധം അവിടെ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അമ്മ എന്താണ് തൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞത്, നീ കുറേ കരഞ്ഞില്ലേ, നിനക്കെല്ലാം ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതായത് ഇതിനു മുൻപ് ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞത് ഇപ്പോൾ സിസ്റ്ററിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു ബാഗ് നിറച്ച് പരിശുദ്ധ അമ്മ ഒരു സ്വപ്നത്തിൽ ആ വ്യക്തിക്ക് കുറേ സമ്മാനങ്ങൾ കാണിച്ചു. ഇതെല്ലാം നിനക്ക് തരാനുള്ളതാണെന്ന് പറഞ്ഞു എന്ന് ഇത് പെട്ടെന്ന് ഓർത്തത് കൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സ്വരമായിട്ടും സാമീപ്യമായിട്ടുമൊക്കെ കടന്നു വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബോധ്യങ്ങൾ വേണം. നാം ദൈവത്തോടൊത്ത് ജീവിക്കുന്നവരാകണം, സഞ്ചരിക്കുന്നവരാകണം. അങ്ങനെ തനിക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ട് പഠനം കുറഞ്ഞു, പ്രാർത്ഥനയും കൂടി. എന്തെല്ലാമാണ് പിന്നീട് തനിക്ക് കൃപകളായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. കിട്ടിയതൊക്കെ വീണ്ടും ഉച്ഛിഷ്ടം തന്നെയാണ്. അതായത് ഏറ്റവും ടഫായിട്ടുള്ള എക്സാം വരുന്നു, തനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ മകൾക്ക് വീണ്ടും കിട്ടുന്നത്. എന്നാൽ തളർന്നു പോയില്ല.
അവിടെ എല്ലാം ഇനി വേണ്ട എന്ന് വെച്ച് ഈ മകൾ ഉടമ്പടിയൊക്കെ പൂട്ടിക്കെട്ടി വെച്ചില്ല. ഉടമ്പടിയിൽ ഉഷാറായി, ഉണർവായി. പിന്നീട് അങ്ങോട്ട് കൃപാസന പത്രം അണ്ടർലൈൻ ചെയ്ത് വായിക്കുവാൻ തുടങ്ങി. അത് കൃപാസന പത്രം വായിച്ച് അത് മനഃപ്പാഠമാക്കി. അത്രയേറെ ദൈവാനുഭവങ്ങൾ ഈ മകൾ ഹൃദിസ്ഥമാക്കി. അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് തൻ്റെ ജീവിതാനുഭവം മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാനായിട്ട് 24 വയസ്സുള്ള ഈ പെൺകുട്ടി ഇന്ന് ഇവിടെ വന്ന് നിന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ന് ഈ മകൾക്ക് ബോധ്യമുണ്ട്, ഈശോ എൻ്റെ ഒപ്പമുണ്ട്, ഞാൻ ഈശോയുടെ ഒപ്പമുണ്ട്. അമ്മ എൻ്റെ വഴി നടത്തുന്ന ഓരോ വഴി യാത്രയിൽ എൻ്റെ കൂടെ അമ്മയുണ്ട്, ഈശോയുണ്ട്. ഈ ബോധ്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു ക്രിസ്തുവിനെ പ്രതി. ആ ഉച്ഛിഷ്ടമാണ്, വേസ്റ്റാണ് വിളക്കായി നമ്മുടെ ജീവിതത്തിൽ കത്തിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നാം വിവേകമുള്ള കന്യകകളായി മാറേണ്ടത്. അതാണ് ഉടമ്പടി നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.